ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരു കണ്ടിന്യൂവേഷനായിട്ട് വരാം. കഴിഞ്ഞ ആഴ്ച പാപപ്രവൃത്തികളും വിശ്വാസിയും എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ചിന്തിച്ചത്. അതവിടം കൊണ്ട് തീരുന്നില്ല, അതിന് ഒത്തിരി വ്യക്തത വരുത്തുവാനുണ്ട്. അതിനു വേണ്ടി നമുക്ക് 1 യോഹന്നാൻ 3:9 വായിക്കാം. അതിങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. നമ്മൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ മകനായി മാറിയത് ആണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് പിന്നെ ഒരിക്കലും പാപം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ധ്വനി ഈ വേദഭാഗത്തിലുണ്ട്. അത് തികച്ചും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. അവിടെ യഥാർത്ഥമായി വരേണ്ട ഒരു രീതി, ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി പാപത്തിൽ തുടരാൻ കഴിയുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പാപമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന യഥാർത്ഥമായ ട്രാൻസ്ലേഷനിൽ നമുക്കത് വായിക്കുവാൻ പറ്റും. ഗ്രീക്ക് ബൈബിളിലൊക്കെ അങ്ങനെയാണ്. ഹി കനോട്ട് കണ്ടിന്യൂ സിന്നിങ്, ആ ഒരു അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് രാവും പകലും അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സങ്കീർത്തനം 32 കാണുന്നത് പോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്നും അങ്ങനെ കിട്ടണമെന്നില്ല. 32 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. 5 വാക്യത്തിൽ അവനെ കണ്ടെത്താകുന്ന കാലം, ആ കാലത്താണ് അവനെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിലും ദൈവം മഹാദയാലുവായതുകൊണ്ട് അവൻ ഈ കാണാതെ പോയ ആടിനെ, ഈ പാപിയായ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ രാവും പകലും അവൻ്റെ കൈ ഒരു ഭാരമാക്കി വെച്ച് നേർവഴി നടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതേ യോഹന്നാൻ തന്നെ 1 ലേഖനം 1 എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 1 അതിൻ്റെ 5 വാക്യം മുതൽ: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പോൾ ഇവിടെ ഇതേ യോഹന്നാൻ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഒരാൾ വെളിച്ചത്തിലാണെന്ന് പറയുന്നു എങ്കിൽ അത് അവൻ ശരിക്കും വെളിച്ചത്തിൽ തന്നെ നടക്കണം. അവന് വേണമെങ്കിൽ ഇരുട്ടിലും നടക്കാം. അപ്പം അവിടെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ വളരെ കറക്റ്റായിട്ട് പറയുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്,
അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി യേശുവിനെ നമ്മുടെ രക്ഷകൻ എന്ന് അംഗീകരിച്ച് നമ്മുടെ കർത്തൃത്വം അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നടക്കേണ്ടുന്ന പോലെ, അല്ലെങ്കിൽ അവനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിച്ച് നമ്മൾ നടക്കേണ്ടതാകുന്നു. അവനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാതെയും നടക്കാം. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ കാണുന്നത് പോലെ ജഡത്തെ അനുസരിച്ചും നടക്കാം. ജഡത്തിൻ്റെ ചിന്ത അത് മരണമാണെന്ന് മാത്രം. അതേസമയം ആത്മാവിൻ്റെ ചിന്ത അത് ജീവനും സമാധാനവുമാണ്. അപ്പോൾ നേരത്തെ വായിച്ച വേദഭാഗത്തിലെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ യേശുവിൻ്റെ മകനായി തീർന്നാൽ അവനുമായിട്ട് കൂട്ടായ്മ ആചരിക്കേണ്ടതുണ്ട്. മകനായിരിക്കുന്നതും യേശുവുമായി കൂട്ടായ്മ ആചരിക്കുന്നതും രണ്ട് അവസ്ഥയാണ്. മകന് വേണമെങ്കിൽ കൂട്ടായ്മ ആചരിക്കാതിരിക്കാം, അവന് വേണമെങ്കിൽ ഇരുട്ടിൽ നടക്കാം. ഇരുട്ടിൽ നടക്കുവാണെങ്കിൽ അവൻ ചെയ്യുന്നത് പാപമാണ്. അതുകൊണ്ടാണ് ഇതേ ഈ 1-ാം അധ്യായത്തിൽ വീണ്ടും നമ്മളിങ്ങനെ വായിക്കുന്നു, 8-ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. ഇത് ശരിക്കും ഇത് ലേഖനമാണ്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഒരു വാക്യം മാത്രം പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിനെ കോണ്ടസ്റ്റോട് ചേർത്ത് വായിക്കണം. ഇവിടെ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ വെളിച്ചമായതുകൊണ്ട് വെളിച്ചത്തിൽ തന്നെ നടന്നേ പറ്റൂ. ഇനി ആരെങ്കിലും ഒരാൾ വെളിച്ചത്തിലാണ്, ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ്, ഇനി എനിക്ക് എങ്ങനെ വേണമെങ്കിലും, എനിക്ക് ഇരുട്ടിൽ വേണമെങ്കിൽ നടന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പാപത്തിലാണ്. ആ വ്യക്തി മാനസാന്തരപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ഈ കോണ്ടസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്യമാണ് 8-ാം വാക്യവും അതിന് താഴെയുള്ള വാക്യങ്ങളും. അപ്പോൾ ഇരുട്ടിൽ നടക്കുന്ന വ്യക്തി പാപി തന്നെയാണ്. അവനുമായിട്ട് ദൈവത്തിന് ഒരു കൂട്ടായ്മയില്ല. അവൻ മാനസാന്തരപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും ഞാൻ പാപിയല്ല, ഞാൻ ഒരിക്കലും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. അതിന് പ്രശ്നമുണ്ട്. അതിന് പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം, മുടിയൻ പുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയി. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയപ്പോൾ അവൻ ആ അപ്പൻ്റെ മകൻ അല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലും 32-ാം വാക്യത്തിലും റിപ്പീറ്റഡ്ലി പറയുന്നു, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്. ഒരിക്കൽ മകനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ദൈവത്തോട് കൂട്ടായ്മ ഓട്ടോമാറ്റിക്കലി ആവുമെന്നല്ല. കൂട്ടായ്മ ആവണമെങ്കിൽ അവൻ്റെ വെളിച്ചത്തിൽ തന്നെ, അവനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ച് അവൻ പറയുന്നതനുസരിച്ച് തന്നെ നടക്കണം. അല്ല നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാ ചെയ്യുന്നു എങ്കിൽ മകനാണെങ്കിലും മരിച്ച മകനായിരിക്കും, കൂട്ടായ്മ ഇല്ലാത്ത മകനായിരിക്കും, കാണാതെ പോയ മകനായിരിക്കും. അങ്ങനെയുള്ള മകൻ വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ട്. അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ കഴുകൽ പ്രാപിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.